Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക് ആൻഡ് ഐ ആം ബാക്ക് ഗൈസ്. അതെ, നീണ്ടൊരു ബ്രേക്കിന് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുമായിരുന്നു. പനിയൊക്കെ ആയിരുന്നു കേട്ടോ, അതാണ് വീഡിയോസ് ഒന്നും ഇടാൻ സാധിക്കാഞ്ഞത്. ഞാൻ ഓൾറെഡി ഇത് യൂട്യൂബിൽ മെൻഷൻ ചെയ്തിരുന്നു, പക്ഷേ പലരും ചെക്കൗട്ട് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചുരുക്കം കുറച്ച് പേര് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പനിയൊക്കെ ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ. സൗണ്ടിന് ഇപ്പോഴും ചെറിയൊരു പ്രശ്നമുണ്ട്, പക്ഷേ നമുക്ക് എന്തായാലും വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങാം വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ആഷ് വേഴ്സ് ബ്രോയ്ക്കും അതേപോലെ റിഷാദ് ബ്രോയ്ക്കും ഞാൻ ഒരു താങ്ക്സ് പറയട്ടെ. അവർ രണ്ടുപേരും നമുക്ക് സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു, പക്ഷേ നമുക്ക് ഇപ്പോഴാണെന്ന് മെൻഷൻ ചെയ്യാൻ സാധിച്ചത്. സോ രണ്ടുപേർക്ക് 1000 താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 3 എപ്പിസോഡ് 16 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താഴത്തെ ഒരു ഹൈ ബട്ടൺ ഉണ്ടല്ലോ അതും കൂടെ അമർത്താൻ മറക്കണ്ട. നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് നമുക്ക് നമ്മുടെ വിൻസെന്റിനെയാണ് കാണാൻ സാധിക്കുന്നത്. പുള്ളിക്കാരനായിട്ട് വെള്ളം അടിച്ചിട്ട് നേരെ നിൽക്കാനുള്ള ആവത് പോലും ഇല്ല. ഈ സമയത്ത് ലില്ലിയെ പറഞ്ഞുണ്ട്, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ എപ്പോൾ വന്നാലും ഇങ്ങനെ അടിക്കാനാണ് പതിവെങ്കിൽ ഞാൻ ഒരിക്കലും പിന്നെ ഇങ്ങോട്ട് വരത്തില്ല കേട്ടോ. ആ സമയത്ത് അവളുടെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു പെണ്ണെ നീ അങ്ങനെയൊന്നും മിണ്ടിയേക്കല്ലേ. ഒന്നാമത് പുള്ളിക്കാരൻ ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിന്നെ അവിടേക്ക് അയച്ചത് കൊണ്ട് തന്നെ. നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചത്തുപോകും. പിന്നെ എന്തൊക്കെ കഥയാണ് പറഞ്ഞു കൊടുത്തത്. ഞാനാണെങ്കിൽ ആ കഥയൊക്കെ കയറിയിട്ട് അവിടെ നിന്ന് തൊലി ഉരിയുമായിരുന്നു. അതെല്ലാം പറഞ്ഞതാട്ടെ സ്റ്റുഡൻറ്റ് കൗൺസിൽ പ്രസിഡന്റ് ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് തല്ലണ്ടെങ്കിരാ. ആ സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട്, അല്ല പറഞ്ഞതല്ല ടെസ്സി എന്തേ? ഓ അവളെന്താ പുറത്തിറങ്ങിയതാണ്, അമ്മ ഇങ്ങോട്ട് കൂടെയുണ്ട്, അവരത് സംസാരിക്കണമെന്നാണ് പറഞ്ഞത്. ഓ അങ്ങനെയാണല്ലേ. ആ സമയത്ത് ആർത്തർ റേ എടുക്കി ചോദിക്കുന്നുണ്ട്, അല്ല എലീനെ ആക്കാൻ പോവുകയാണോ? അല്ല ഒരു കാര്യം ചെയ്യും, ഇത്തവണ അവളുടെ ബ്രദർ കൊണ്ട് അതിനെ ആക്കുന്നു പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എലീനെ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒരു തവണ അല്ലേ, നീ എന്തായാലും കൊണ്ട് അവളെ കിടത്തിയിട്ട് വന്നു പറഞ്ഞിട്ട് അവളെ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്യും. അവനാട്ടെ അവളെ കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പുറത്താണ്, അതായത് നമ്മുടെ ആലീസും അതേപോലെ തന്നെ ടെസ്സും കൂടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ ആലീസ് പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് വന്നതിൽ താങ്ക്സ് ഉണ്ട് കേട്ടോ, നീ എന്തായാലും കംഫർട്ടബിൾ അല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത്. എന്തായാലും ആർത്തറിനെ ലിലിയനെ ബാക്കിയുള്ളവരെല്ലാവരും കാണാറുണ്ട്, എനിക്ക് എന്തായാലും നല്ല സന്തോഷമുണ്ട്. ഓ അങ്ങനെയാണ്, അപ്പോൾ എംബാരസിങ് അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞത്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവരോടൊന്ന് ചായ കുടിക്കുകയാണ്. ഈ സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട്, അല്ല ഞാനത് ചോദിക്കട്ടെ, നാളെ ആർത്തർ ഡെഞ്ചലിലേക്ക് പോകുന്ന ഓർക്കാൻ നേരത്ത് പേടിയുണ്ടോന്നോ? നന്നായിട്ടുണ്ട്. അല്ല നിങ്ങൾക്കറിയാമല്ലോ അവൻ സ്ട്രോങ്ങർ ആണെന്ന്. ശരിയാണ്, അവൻ സ്ട്രോങ്ങർ ആണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ അവൻ്റെ ലാൻസിന് അത്ര തന്നെ സ്ട്രോങ്ങർ ആയാലും എനിക്ക് അപ്പോഴും പേടി കാണും. കാര്യം അവൻ എൻ്റെ മകനല്ലേ. ഈ ഡഞ്ചനിൽ വെച്ച് എന്തൊക്കെ എപ്പോൾ സംഭവിക്കുമെന്ന് പറയാൻ പോലും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും നല്ല പേടിയുണ്ട്. ഞാൻ നിന്നെ പേടിപ്പിക്കാൻ പറഞ്ഞൊന്നുമില്ല കേട്ടോ, ഞാൻ എൻ്റെ ഉള്ളിലെ പേടി പറഞ്ഞതാണ്. അത് കുഴപ്പമൊന്നുമില്ല. എന്തായാലും പേടിക്കണ്ട, ഞാനില്ല അവൻ്റെ കൂടെ, ഞാൻ എന്തായാലും അവനെ നോക്കിക്കോളാം. ആർത്തറാണ് എന്നെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇത്തവണ ഞാൻ എന്തായാലും അവനെ നോക്കിക്കോളാം. നീ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ ഒരു മകളാണ്, അത് നിൻ്റെ പാരൻസിന് നീ വളരെ പ്രഷ്യസ് ആയുള്ള ഒരാൾ തന്നെയാണ്. സോ നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരെന്തായിരിക്കും വിചാരിക്കാൻ പോകുന്നത്? സോ ആദ്യം നീ നിൻ്റെ സേഫ്റ്റി എന്തായാലും ഉറപ്പുവരുത്തണം. പക്ഷേ എനിക്ക് ഉറപ്പാണ് ആർത്തറിനെ അവൻ എങ്ങനെയെങ്കിലുമൊക്കെ ടേക്ക് ഓവർ ചെയ്തോളൂ. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നല്ല തണുപ്പുണ്ട്, നീ എന്തായാലും അകത്തേക്ക് വരുന്നില്ലേ? ഞാൻ കുറച്ചുകൂടെ ഇവിടെ ഇരിക്കുവാണ്. ഓ അങ്ങനെയാണോ? അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ അകത്തോട്ട് പോകുന്നു കേട്ടോന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതായിട്ട് ആർത്തർ പുതപ്പ് വിരിക്കുന്നതായിരുന്നു. ആ സ്ഥലത്ത് അവൻ പറഞ്ഞിട്ട്, നീ എണീറ്റോ? അല്ല ചേട്ടാ സമയം എത്രേ? രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് ചേട്ടൻ പോകുന്നത്? ഞാൻ രാവിലെ ആകും. അല്ല കുറച്ചുകൂടെ നേരം നിൽക്കാൻ പറ്റത്തില്ലേ? നിനക്കറിയാലോ ഒരു ഡഞ്ചൻ ട്രിപ്പല്ലേ, അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്ന്. ആണല്ലേ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഥ പറയുമോ? കഥയോ? എനിക്ക് അങ്ങനെ അതുമല്ല, എനിക്ക് രാവിലെ പോകണ്ടല്ലേ. ഓ അങ്ങനെയാണോ? എനിക്ക് വാ ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞിട്ട് പോയാൽ മതി. ഇനി പറ, നിനക്ക് ഏത് കഥയാണ് കേൾക്കേണ്ടത്? അല്ല ചേട്ടൻ പ്രൊഫസറായില്ലേ, ആ കഥ. ഓ അത് ഞാൻ ഇവിടം വരെയാണ് പറഞ്ഞു നിർത്തത്. പിന്നെ അങ്ങനെയാണ്ട് അവൻ ആ കഥ അങ്ങോട്ട് പറയുവാണ്. അതായത് ഫുൾ കഥ, അവൻ പ്രൊഫസറായതും ബാക്കിയുള്ള എല്ലാ കഥയും. ഈ കഥയുടെ ഇടയ്ക്ക് അത് നമ്മുടെ കാതലിനെ പറ്റി പറയുന്നുണ്ട്. ആ സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട്, കാതലിൻ അത് നമ്മുടെ സാപ്പിയിലെ കിങ്ങിൻ്റെ മകളല്ലേ? അതെ, എന്തു പറ്റി? അപ്പം അടുത്ത പ്രിൻസസിനെ രക്ഷിച്ചല്ലേ? അതുകൊള്ള, നീ പറയുന്ന കേട്ടതൊന്നും ഞാൻ എല്ലാ പ്രിൻസസിനെ ഓടി വന്ന് രക്ഷിക്കുവാണെന്ന്. എൻ്റെ പൊന്നു, അത് ഞാൻ അറിയാതെ വന്നത് മാത്രമാണ്. അങ്ങനെയാണല്ലേ, മനസ്സിലായി എന്ന് പറയാൻ നേരത്ത് പെട്ടെന്ന് അവൻ എൻ്റെ മൂക്കെ പിടിച്ച് വലിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ആദ്യം മിണ്ടാതിരുന്ന് കഥ കേൾക്കാൻ നോക്ക്. തൽക്കാലം ഞാൻ നിന്നോട് മുഴുവൻ പറയുന്നില്ല. എന്തായാലും അവിടുത്തെ ഡയറക്ടർ എന്നോട് ടീച്ചറാകും പറഞ്ഞു, ഞാൻ ടീച്ചറായി, അത്രേ ഉള്ളൂ. പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തോ? പിന്നെ അല്ലാതെ ഞാൻ ആരാണെന്ന് നിൻ്റെ വിചാരം? അത് കഴിഞ്ഞ് അവൻ വീണ്ടും ആ കഥയൊക്കെ നന്നായിട്ട് എന്നെ പറയാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരം അവരിരുന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി. ആ സമയത്ത് റേനെ കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് ആലീസ് ഒന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ആർത്തറിനെ കണ്ടോ? അവൻ്റെ റൂമിലില്ലല്ലോ. അവൻ ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരിക്കും. ഇല്ല അവിടെയും കണ്ടില്ല അവനെ. അല്ല എലി എണീറ്റോ? എണീറ്റെന്ന് തോന്നുന്ന പറഞ്ഞിട്ട് അവർ നേരെ ആ വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് അവർ ശരിക്കും സന്തോഷമായത്. കാര്യം ആർത്തർ വലിയും കൂടെ അവളുടെ റൂമിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആ ഒരു ഡഞ്ചൻ്റെ സ്ഥലമാണ്.
നമ്മുടെ ഗ്ലോറി ആട്ടെ എല്ലാവരും അവിടേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. ആർത്തറും ആ സമയത്ത് അവിടേക്ക് എത്തിയിരുന്നു. ആർത്തർ പറഞ്ഞിട്ടുണ്ട്, സിൽവി ഒരു കാര്യം ചെയ്യ്, നീ എന്നാലും ഈ ടൈമിൽ പോയി ഹണ്ട് ചെയ്യാൻ നോക്ക്, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല അതൊക്കെ അല്ലേ? എടി കുഴപ്പമൊന്നുമില്ല, ഒന്നാമത്തെ കാര്യം ഇത് ലോ ലെവൽ ഡഞ്ചനല്ലേ, അതുമല്ല പ്രൊഫസർ ഗ്ലോറി ഉണ്ടല്ലോ. ആ എങ്കിൽ ഓക്കെ, എന്തായാലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. ഈ സമയത്താണ് ആർത്തർ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, പ്രൊഫസർ ഗ്ലോറി എന്തിനാണ് ഇവനുമായിട്ട് എന്നെ ടീം അപ്പ് ചെയ്തത്, അത് മറ്റാരുമില്ലായിരുന്നു ലൂക്കസ് ആയിരുന്നു. അവൻ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും പല തവണ ഈ ഡഞ്ചനിലത്തൊക്കെ കയറിയിട്ടുണ്ട്, സോ ഇതൊക്കെ ഭയങ്കര ഈസിയുള്ള കാര്യം തന്നെയാണ്, ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു A-ക്ലാസ് അഡ്വഞ്ചർ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വാചകം അടിക്കുന്നുണ്ട്. ആ സമയത്ത് ആർത്തർ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നിട്ട് പറയും ചെയ്യും, അല്ല ഞാനൊരു അഡ്വഞ്ചർ ഫ്രണ്ട് പറയുന്നത് കേട്ടിരുന്നു, നിന്റെ ലൈസൻസ് എന്തോ റിവോക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ മുന്നിലേക്ക് നടന്നു പോകുകയാണ്. പെട്ടെന്ന് വന്ന് അവൻ എൻ്റെ മുഖത്ത് കയറി പിടിച്ചിട്ട് പറയും ചെയ്യും, എന്താടാ നിനക്കുള്ള ജലസി ഉണ്ടോ? ജലസിയാ എന്തിന്? ഞാൻ സത്യമല്ലേ പറഞ്ഞത്, നീ 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 എന്നും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ഒരുത്തം വന്ന് ഇടയ്ക്കായിട്ട് പറഞ്ഞു, ഒന്ന് അടക്കി നിൽക്കുന്നുണ്ടോ, നമ്മളെല്ലാവരും ടീം തന്നെയാണ്, സോ വഴക്കിടാതിരിക്കാൻ നോക്ക്. ടീമോ? നീ ആരോട് പറഞ്ഞ ടീമാണെന്ന്? ഇവിടെ ഞാനായിരിക്കും ലീഡറാകാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് വേണം നിങ്ങളെല്ലാവരും കേൾക്കാനുണ്ട്, വേറെ ആർക്കെങ്കിലും ഇവിടെ ലീഡറാകാൻ പറ്റുമോ? അപ്പോൾ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയും, ഞാൻ എന്തായാലും ടെസിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതാണ്. ടെസിയോ? അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെസി ആട്ടെ, ഒന്നുമില്ലെങ്കിലും വളരെ പ്രിൻസസ് അല്ലേ. അങ്ങനെ പെട്ടെന്ന് ടെസിനെ ആക്കിയിട്ടുണ്ട്. ഇത് കാണുന്ന ലൂക്കസിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഗ്ലോറി എല്ലാവരും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും എന്തായാലും അടുത്തടുത്ത് നിന്നു നമ്മൾ എന്തായാലും അകത്തേക്ക് കയറാൻ പോകുകയാണ്. സോ ടാറ്റിക്സും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും മറക്കണ്ട, ബേസിക്കുള്ള പൊസിഷനും മറത്തണമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ അതിൻ്റെ അകത്തേക്ക് കയറുവാണ്. അങ്ങനെ അകത്തേക്ക് നടക്കാൻ നേരത്ത് നമ്മുടെ ഗ്ലോറി പറയുന്നുണ്ട്, എല്ലാവരും സൂക്ഷിച്ച് വേണം നിൽക്കാനായിട്ട്, നിങ്ങൾ ടീമിൻ്റെ കൂടെ മാത്രമേ നിൽക്കാവുള്ളൂ, അതേപോലെ തന്നെ സ്വയമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഈ ടൈമിൽ എല്ലാവർക്കും ശരിക്കും തണുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അവൻ പറയുന്നുണ്ട്, എന്തായാലും നീ പ്രൊഫസർ ഗ്ലോറി പറഞ്ഞ കേട്ടല്ലേ, നന്നായിട്ട് തണുക്കൊന്നു സാധനമൊന്നും എടുത്തില്ലേ. പക്ഷെ ആ തന്നെ വലിയ സീനൊന്നും ഇല്ലായിരുന്നു. കാര്യം അവൻ മാനെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സിൽവിയുടെ ഒരു അസൽമേഷൻ ഉള്ള കാരണം തന്നെ അവന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആ ടൈമിൽ ടെസ് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം ഇതൊരു ഡഞ്ചനാണെന്ന്, പക്ഷേ ഇത് ശരിക്കും ബ്യൂട്ടിഫുൾ അല്ലേ. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആ ഡഞ്ചനിലേക്ക് അവർ ഇറങ്ങിക്കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. ഗൈസ് വേറൊന്നും കൊണ്ടല്ല, ഇത്ര നേരം സംസാരിച്ചിട്ട് തന്നെ എനിക്ക് നന്നായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. നമ്മളൊന്ന് ഫുൾ റിക്കവർ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഴയ പോലെ തന്നെ ഫുൾ പവർ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ തൽക്കാലത്തേക്ക് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുവാണ്. സോ നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല, നമ്മൾ ഉടനെ തന്നെ ബാക്കിയുള്ള എപ്പിസോഡ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോട്ടപ്പ് ആവുന്നതായിരിക്കും. സോ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട.